പ്രണാമങ്ങളോടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയുടെ ഈ സംപ്രേഷണത്തിലേക്ക് സ്വാഗതം. പരമപവിത്രമായ ഭാരതത്തിൻ്റെ പൈതൃക ചിന്താധാരയിൽ ഒരു പൈതൃക സന്ദേശവാഹിനിയായി നിലകൊണ്ടിടുന്ന ആധ്യാത്മിക തലസ്ഥാന നഗരമായ പാലക്കാട് ജില്ലയിലെ കുലീനത്വം നിറഞ്ഞ പ്രദേശമായ കുനിശ്ശേരി എന്ന തട്ടകത്തിൽ വാണിയിടുന്ന ദേശരക്ഷയും ദേശനിവാസികളെ സംരക്ഷിച്ച് ഒരു രക്ഷാകവചമായി വർത്തിച്ചിടുന്ന ഭഗവതി ക്ഷേത്രമാണ് പ്രാചീനത കൊണ്ട് പ്രാദുർഭാവം നേടിയ കുനിശ്ശേരി പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. കേരളത്തിൽ ഒരുപക്ഷെ രണോത്സവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം. പക്ഷേ എടുത്തു പറയാവുന്ന ഒരു രണോത്സവം ഈ കുനിശ്ശേരി കുമ്മാട്ടി എന്ന ദേശീയോത്സവമാണ്. ദേശങ്ങൾ മൂന്നും ചേർന്നുകൊണ്ട് ലോക മാനവരാശിക്ക് ആകമാനം സന്ദേശാത്മകമായ ആചാര അനുഷ്ഠാനങ്ങളുടെ നിറവിൽ പ്രതിനിധാനം ചെയ്യുന്ന കുനിശ്ശേരി കുമ്മാട്ടി സമാഗതമായി. ഇന്ന് ലോകം മുഴുവൻ കുനിശ്ശേരിയിലേക്ക് ഒരേ ഒരു വഴി മാത്രമായി തിരഞ്ഞെടുത്ത് ഇവിടേക്ക് ഒഴുകുകയാണ്. വടക്കത്തറ ദേശം എന്ന് പറയുമ്പോൾ തീർച്ചയായും കുനിശ്ശേരി കുമ്മാട്ടിയുടെ ഭാഗവാക്കാണ്. ആ ഭാഗവാക്കായ ദേശത്തിൻ്റെ സംഭാവനകൾ നിരവധിയാണ്. ചരിത്ര പശ്ചാത്തലമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ കുനിശ്ശേരി കുമ്മാട്ടി എന്ന് പറയുന്ന പ്രസിദ്ധമായ രണോത്സവത്തിലേക്ക് വടക്കത്തറ ദേശം നൽകിയ സംഭാവനകൾ അതീതമാണ്. ഇന്ന് നമുക്ക് ആ വടക്കത്തറ ദേശത്തെ പ്രാചീനതയുടെ പ്രാദുർഭാവം കൊണ്ട് പ്രസിദ്ധമായ കുനിശ്ശേരി കുമ്മാട്ടിയെ ഭഗവതിയുടെ ദേശമക്കൾ എന്ന രീതിയിൽ ചരിത്രത്തിൻ്റെ പശ്ചാത്തലമൊരുക്കിക്കൊണ്ട് നമുക്ക് കുനിശ്ശേരി കുമ്മാട്ടി സംഭാവന ചെയ്യുമ്പോൾ ആ കുനിശ്ശേരി കുമ്മാട്ടി എന്ന മഹത്തായ രണോത്സവത്തിൻ്റെ പിന്നിൽ വളരെയധികം ശുഷ്കാന്തിയോടുകൂടി ബദ്ധശ്രദ്ധയോടുകൂടി ഭക്തിപുരസ്സരം നിലവിൽ കൊള്ളുന്ന നാട്ടുമക്കൾക്കും അതുപോലെ തന്നെ ദേശവാസികൾക്കും ഉത്സവപ്രേമികൾക്കും നല്ലൊരു ഉത്സവം സംഭാവന ചെയ്യുന്ന ദേശത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ഉത്സവ കമ്മിറ്റിയെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ആയതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു ദേശം, ഈ ദേശം എന്ന വാക്കിന് അമരകോശത്തിൽ ഒരർത്ഥമുണ്ട്. കൂട്ടായ്മയുടെ പ്രതീകം എന്നാണ് ആ ദേശത്തിൻ്റെ അർത്ഥം. ഒരുപക്ഷെ അത് ലോപിച്ച് അല്ലെങ്കിൽ നിഷ്പന്ന രൂപം കൈക്കൊണ്ട് പറയുമ്പോൾ നമുക്ക് ഒരു ദേശത്തെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വില്ലേജ് എന്ന് പറയാം, അല്ലെങ്കിൽ അംശം എന്ന് പറയാം. പക്ഷേ ഇവിടെ കൂട്ടായ്മയുടെ പ്രതിരൂപമാണ് ഈ ദേശം. ആ ദേശത്തിന്, പ്രത്യേകിച്ച് വടക്കേത്തറ ദേശത്തിന് ഒരു രക്ഷാധികാരിയുണ്ട്. അതുപോലെ തന്നെ ഈ ദേശം സംരക്ഷിച്ചു പോരുന്ന ഭഗവതിയുടെ ഉത്സവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ പ്രസിഡന്റും സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും ട്രഷററും നിർവാഹക സമിതിയും ഒക്കെ അടങ്ങുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമിതിയുണ്ട്. ഇവരുടെ കൂട്ടായ്മയും കൂടിച്ചേരലും പര്യാലോചനകളും അതുപോലെ തന്നെ പരസ്പരം ചർച്ച ചെയ്യലും അങ്ങനെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനങ്ങളും എടുക്കുന്ന നടപടികളും അതുപോലെ തന്നെ കൃത്യമായ പ്രവർത്തനങ്ങളുമാണ് ഈ കുനിശ്ശേരി കുമ്മാട്ടി എന്ന് പറയുന്ന സുപ്രസിദ്ധമായ രണോത്സവത്തെ ഒരു ദേശീയോത്സവമായി മലയാളക്കരയ്ക്ക് സമ്മാനിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം നമ്മുടെ ദേശരക്ഷാധികാരിയായ വടക്കേത്തറ ദേശത്തിൻ്റെ ഇന്നത്തെ രക്ഷാധികാരി സ്ഥാനമലങ്കരിക്കുന്ന ശ്രീ ശാന്തകുമാരൻ, രക്ഷാധികാരിയായ ശാന്തകുമാരൻ അങ്ങേപ്പാട്ട് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ ദേശസ്നേഹിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്തേ സർ. നമ്മുടെ ഈ ദേശം ഇന്നിപ്പോൾ വളരെ പ്രഗത്ഭമായിട്ട് ഈ കുനിശ്ശേരി കുമ്മാട്ടി ഉത്സവം എന്ന രീതിയിൽ മലയാള മനസ്സിന് സമ്മാനിക്കുകയാണ്. അപ്പോൾ നിരവധി പ്രത്യേകതകൾ കൊണ്ടും ഒരുക്കങ്ങൾ കൊണ്ടും സജ്ജീകരണങ്ങൾ കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ ഈ കുമ്മാട്ടി മഹോത്സവം. പ്രത്യേകിച്ച് വടക്കേത്തറ കാലാകാലങ്ങളായി സംഭാവന ചെയ്യുന്ന അല്ലെങ്കിൽ സമർപ്പിക്കുന്ന നിരവധി ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും കൊണ്ട് ഏറെ പ്രസിദ്ധമാണ് നമ്മുടെ കുമ്മാട്ടി മഹോത്സവം. അവിടെ ആ കുമ്മാട്ടി മഹോത്സവത്തിന് ഇത്തവണ ഏതൊക്കെ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളുമാണ് ഈ വടക്കേത്തറ ദേശം നമ്മുടെ ഈ ഉത്സവപ്രേമികൾക്ക് സമ്മാനിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ എന്ന് അങ്ങയിൽ നിന്നും കേൾക്കുവാൻ പ്രേക്ഷകർ താല്പര്യപ്പെടുന്നുണ്ട്. ഞാനിതിൻ്റെ ആദ്യം ഐതിഹ്യം ആയിട്ട് പറഞ്ഞു കളയാം. ഏകദേശം കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് ഏകദേശം 1364 തോന്നുന്നത്, തിരുനാവായയിൽ മാമാങ്കം നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ പെരുമ്പടത്ത് സ്വരൂപത്തിൻ്റെ കീഴിലായിരുന്നു. അത് കീഴടക്കിയിട്ട് സാമൂതിരി രാജാവ് മറ്റു രാജ്യങ്ങൾ കീഴടക്കാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ കുനിശ്ശേരിയിൽ വന്ന് ചേർന്ന് കുനിശ്ശേരിയിൽ ചെറിയൊരു രാജ്യമാണെങ്കിലും കീഴടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കീഴടക്കാൻ പറ്റിയില്ല. കുറച്ച് ആൾക്കാർ ഇവിടുത്തെ ആണുങ്ങളൊക്കെ മരിച്ചു. പെണ്ണുങ്ങളെ ദേവിയെ ഇവിടുത്തെ ഭഗവതിയുടെ ശരണം പ്രാപിച്ചു. ദേവി ഇവരിൽ സന്നിവേശിച്ചിട്ട് അവർ ഈ ചൂലും മുറമൊക്കെ ആയിട്ട് പുറപ്പെട്ട് അവർ ഈ ഭടന്മാരെ തടയുകയാണ്, പ്രതിരോധിക്കുകയാണ്. യാതൊരു നിവൃത്തിയില്ല. ഇവർക്ക് സാമൂതിരി രാജാവിനത് കീഴടക്കാൻ പറ്റുന്നില്ല.
പറഞ്ഞപ്പോൾ അവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഭഗവതിയുടെ ശക്തി കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തതെന്നുള്ള ഒരു കണ്ടീഷൻ വന്നു. എന്നിട്ട് ഭഗവതിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി രാജാവ് വന്നിട്ട്, സാമൂതിരി രാജാവ് പോയിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളും അധികാരങ്ങളും ഭഗവതിയുടെ കാൽക്ക് അടിയറ വെച്ചിട്ട് പ്രാർത്ഥിച്ചു, ഭഗവതി എനിക്ക് ഈ രാജ്യം കീഴടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരണം, അതിന് അനുവദിക്കണം എന്ന് പറഞ്ഞ് മറ്റ് പെരുമ്പടത്ത് സ്വരൂപം ചെയ്ത പോലെ എല്ലാം ഞാൻ ചെയ്യാം എന്ന് പ്രാർത്ഥിച്ച് തുടങ്ങി. അതിന് ശേഷമാണ് ഈ രാജ്യം കീഴടക്കാൻ പറ്റിയത്. കീഴടക്കി കഴിഞ്ഞപ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പടനായകന്മാർ 500 പേര് 500 പേര് ഏകദേശം മരിച്ചു. അപ്പോൾ ഇവിടെ ആണുങ്ങളില്ലാതായപ്പോൾ ഇവിടുത്തെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ കൊണ്ടുവന്ന 60,000 പടയാളികളിൽ നിന്ന് ഒരു 500 നായന്മാർ, 500 പറഞ്ഞാൽ 580 പറയുന്നത്, 500 നായന്മാരെ കുരിശ്ശേരിയിലും 80 നായന്മാരെ പല്ലാവരും കുടിയിരുത്തി. അപ്പോൾ അവർക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മാമാങ്കത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ മാമാങ്കം നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാം, ഭഗവതിയുടെ തിരുനാളായ മീനമാസത്തിൽ പുണർതം നാളിൽ ആ മാമാങ്കം നമുക്ക് ഇവിടെ ആഘോഷിക്കാം. അങ്ങനെയാണ് കൊനശ്ശേരി കുമ്മാട്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്ക് അതിനു വേണ്ടിയുള്ള ചടങ്ങുകൾ ഒക്കെ പറഞ്ഞ് തീരുമാനിച്ചു. അപ്പോൾ വടക്കേത്തറ പോയി 500 ആൾക്കാരെ ഇവിടെ കൊടുത്തതിൽ 150 ആൾക്കാർ വടക്കേത്തറയിലും 150 ആൾക്കാർ തെക്കേത്തറയിലും 200 ആൾക്കാർ കിഴക്കേത്തറയിലും. ഇവർക്കൊക്കെ ഓരോ സ്ഥാനികളെയും വെച്ചു. വടക്കേത്തറയ്ക്ക് വള്ളാട്ട് പണിക്കർ, തെക്കേത്തറയ്ക്ക് കണ്ടയത്ത് പണിക്കർ, കിഴക്കേത്തറയ്ക്ക് കണ്ണാത്ത തറവാട്, ഇങ്ങനെ 3 സ്ഥാനികളെ അവർ ഇത് വെച്ചു. അവരുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ പിന്നെ ഉത്സവങ്ങൾ നടന്നത്. ഇത് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പം ഇതിൻ്റെ മാമാങ്കത്തിൻ്റെ ഇത് എന്താ പറയുക, ആഘോഷം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തലേ ദിവസം കന്യാർ നടത്താൻ തീരുമാനിച്ച് കന്യാർ നടത്താൻ വേണ്ടി ഇവിടുത്തുള്ള മറ്റു സമുദായത്തിലുള്ള യോദ്ധാക്കൾ നമ്മുടെ നെല്ലിയാമ്പതി മലയിൽ പോയിട്ട് കന്യാർ മുള വെട്ടിക്കൊണ്ടുവന്ന് അത് കാവിക്കോട്ട് വെച്ച് പൂജ കഴിച്ച് അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പൂജ കഴിച്ചതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ നായന്മാരെ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ച് കഴിഞ്ഞ് ഇവരത് നിശ്ചയിച്ച സ്ഥലങ്ങളുണ്ട്, കുളത്തിൽ ക്ഷേത്രകുളത്തിൽ വെച്ച സ്ഥലത്ത് വെച്ചതിന് ശേഷം വൈകുന്നേരം ഇത് പിന്നെ 3 വലസം വെച്ച് അമ്പലത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് അതിന് എല്ലാം തുടങ്ങുന്ന സ്റ്റാർട്ടിങ് വടക്കേത്തറ ദേശത്തു നിന്നാണ്. വടക്കേത്തറ ദേശത്ത് നിന്ന് തുടങ്ങുമ്പോൾ വൈകുന്നേരം അമ്മിചാരി വടി പറഞ്ഞൊരു ഇതുണ്ട്, അതൊരു സിസ്റ്റമാണത് ശരിക്കും പറഞ്ഞാൽ. അത് വെച്ച് വിളംബരം അത് വെച്ചതിന് ശേഷമേ തുടങ്ങാൻ പറ്റുള്ളൂ. അത് തുടങ്ങുമ്പോൾ 3 ദേശത്തു നിന്നും ആൾക്കാർ 3 സൈഡിലേക്ക് നിലകൊണ്ടിട്ടുണ്ടാവും. അവരവിടെ നിന്ന് കൺവർ ചെയ്ത് ശരിക്കും ഈ ക്ഷേത്രക്കുളത്തിലേക്ക് വന്നു കഴിഞ്ഞും ഈ ക്ഷേത്രക്കുളത്തിന് ഒരു 3 വലസം വെച്ച് ഇതിന് മുകളിലോട്ട് കയറ്റി അലങ്കരിച്ച് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിൽ ദേവിയെ പുറത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ പൂജ കഴിക്കാറുണ്ട്. പൂജ കഴിച്ച് കഴിഞ്ഞ ശേഷം ഈ രാജാവിൻ്റെ പ്രതിനിധി, പണ്ട് രാജാവ് വന്നിരുന്നു പറയേണ്ടത്, രാജാവിൻ്റെ പ്രതിനിധി വന്നിട്ട് അവിടെ ഒന്ന് വിളിച്ചു ചോദിക്കുക പറഞ്ഞാൽ അവിടെ ചോദിക്കാൻ നിൽക്കുന്നത്, ഉത്തരം പറയാൻ നിൽക്കുന്നത് കണ്ണാത്ത തറവാട്ടക്കാരനവരായിരിക്കും. അവർ രാജാവ് 500 നായന്മാരും അതിനുള്ള കുടികളും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് അവരുടെ ഒരു പാട്ട് രീതിയാണത് ശരിക്കും പറഞ്ഞാൽ, ഒരു രീതിയിലാണ് ചോദിക്കുക. അത് വന്നിരിക്കുന്നത് ശരിക്കും ഒരു തവണ രാജാവ് മങ്ങാട്ടച്ചന് വരാൻ പറ്റിയില്ല. എന്നിട്ടെന്ന് വെച്ചാൽ ഈ സമുദായത്തിൽപ്പെട്ട എന്താ പറയുക, പാണ സമുദായത്തിൽപ്പെട്ട ഒരാളെ വേഷം കെട്ടി അയച്ചു. അവർ വന്നിട്ടാണ് ഇത് വിളിച്ചു ചോദിച്ചതും നടത്തുന്നതും. അപ്പോൾ ഉത്തരം പറയുമ്പോൾ വന്നിട്ടുണ്ട് പറയും, എന്നാൽ പറയും പഴവന്നിട്ട് കന്യാർ കൊള്ളുകയല്ലേ പറയും. അത് കഴിഞ്ഞ ശേഷം ഈ 3 മുള എടുത്തിട്ട്, അലങ്കരിച്ച് വെച്ച മുളയെടുത്തിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ 3 വട്ടം വെച്ച് അവർക്ക് ഓരോ തറക്കാർക്ക് നിശ്ചയിച്ച സ്ഥലങ്ങളുണ്ട് ഈ നാട്ടിൽ. അതിന് വടക്കേത്തറക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. വടക്കേത്തറക്കാരുടെ മുള അതാണ് ഭഗവതിയുടെ നടയിൽ സ്ഥാപിക്കുക. തെക്കേത്തറക്കാർക്ക് അവരുടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്, വടക്കരമുക്കാവ് പറഞ്ഞ സ്ഥലത്ത്. കിഴക്കേത്തറക്കാർക്ക് കോലോത്തമ്പടിയിൽ ഉണ്ട്. അത് നാട്ടി കഴിഞ്ഞിട്ടാണ് കന്യാർ അവസാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രാത്രി പരിപാടി തുടങ്ങുന്നത് വെച്ചാൽ രാത്രി ഒരു
12 മണിക്ക് മന്നം മുഴക്ക് പറഞ്ഞ പെരുമ്പറ അടിച്ച് വിളംബരം അതൊക്കെ പിന്നെ ഉത്സവം തുടങ്ങാൻ പോകണം, എൻ്റെ കുമ്മാട്ടി ഉത്സവം തുടങ്ങാൻ വേണ്ടി വിളംബരം നടത്തുകയാണ് ശരിക്കും പറഞ്ഞത്. നമ്മളിവിടെ വടക്കേത്തറക്കാരാണ് ആദ്യം തുടങ്ങിക്കഴിഞ്ഞ ശേഷം തെക്കേത്തറക്കാർ ചെയ്യും അത് മാതിരി തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 41 കഥന അത് ഈട് വയ്ക്കുക പറയും. ഈട് വെച്ച് വിളംബരം ചെയ്ത് കഴിഞ്ഞാൽ കിഴക്കേത്തറക്കാർ അവിടുന്ന് ഈ കോലോത്തം പടിയിൽ നിന്ന് പൊട്ടിക്കളി ഇവരുടെ കളിയുണ്ട്. അവരുടെ ഒരു കളി കളിച്ച് അമ്പലത്തിൽ പോവും. അമ്പലത്തിൽ രാവിലത്തെ ഉഷപ്പൂജയ്ക്ക് മുമ്പ് അവർ കളിച്ച് അവിടെ എത്തണം. അത് കഴിഞ്ഞാൽ രാവിലത്തെ അവരുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ അവർക്ക് വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് വടക്കേത്തറയ്ക്ക് പറഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കാണ് നമ്മൾ തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ വാദ്യം തുടങ്ങും. ആദ്യം ഇവിടെ തുടങ്ങി പിന്നെ തെക്കേത്തറക്കാർ തുടങ്ങും. 2 കൂട്ടരും 3 റൗണ്ട് കൊട്ടും. 3 വട്ടം കൊട്ടുക പറയും. 3 വട്ടം കൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ആണ് അവർ തെക്കേത്തറക്കാർ ഈട് വെക്കണം. 41 കഥന അവർ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ എഴുന്നള്ളത്ത് തുടങ്ങുക, അല്ല പരിപാടി തുടങ്ങുക. അതിന് മുമ്പ് എഴുന്നള്ളത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഈ അവിടെ വെച്ചിട്ട് വിളക്ക് ഇവിടെ ഈ ആന്തൂരപ്പന്തൽ പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ തന്നെ അടുത്ത് തന്നെയാണ്. അതിന് വന്ന് കൊണ്ടുവച്ച് അവിടെ ഈ കേളിപ്പറ്റ് നടത്തും. കേളിപ്പറ്റ് നടത്തിയിട്ട് അവിടെ വെച്ചിട്ടാണ് പിന്നെ ഈ ആനയ്ക്കുള്ള തടമ്പ് എടുത്ത് കയറ്റുന്നത്. അതൊക്കെ കോലം കയറ്റി അവിടുന്ന് എഴുന്നള്ളത്ത് തുടങ്ങി. നമ്മുടെ ആ കുളം കാണുന്നില്ല, അവിടെ ഈ സൈഡ് 2 സൈഡിലായിട്ട് അവരും വരും, അവർ നിൽക്കും. ഈ 2 പിന്നെ തിരനോട്ടം പറയും. എന്താ പറയും, 2 സൈഡിലും നിരന്ന് കഴിഞ്ഞാൽ തിരനോട്ടം പറഞ്ഞ് അങ്ങനെ എന്തൊക്കെ അങ്ങനത്തെ പരിപാടികൾക്ക്. പിന്നെ ആദ്യം ഇതൊക്കെ കഴിഞ്ഞാൽ ഈ തിരനോട്ടം കഴിഞ്ഞ ഉടനെ അവിടെ ഈ കോലോത്തംപടി പറഞ്ഞ സ്ഥലത്ത് ബംഗാള പരമേശ്വരിയും ദേവിയും വാളും ഇതും പീഠവുമായിട്ട് അവിടെ വന്ന് നിൽക്കും. വെളിച്ചപ്പാട് വരും. വന്ന് നിന്ന് കഴിഞ്ഞാൽ തെക്കേത്തറയത്തുള്ള കാരണവരും അവരും പോയിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ അവിടെ ഒരു ചെറിയ ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വടക്കേ മനസ്സ് വന്ന് അവിടെ വന്ന് വെച്ച് അവിടുത്തെ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ അവിടെ ഒരു വാദ്യമുണ്ട്, ശങ്കരവാദ്യം എന്ന് പറയുക. ശങ്കരവാദ്യം പോയതിന് ശേഷം അതിന് പിന്നാലെ അവർ പോയി കഴിഞ്ഞാൽ അവർ നേരെ അമ്പലത്തേക്ക് തിരിച്ചു പോകും. പിന്നെയാണ് ഇവിടുന്ന് കൂട്ടി എഴുന്നള്ളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം, അമ്പലത്തിൽ പോകണം. ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഒരു 6-6:30 മണി വരെ ഇറങ്ങുന്നത്. പിന്നെ അവിടെ കാവിറങ്ങാൻ പറയും. കാവിറങ്ങി കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ ഒരു തടമ്പ് വെച്ച 2 ആന 3 വലസം വയ്ക്കും. മറ്റേ ആനകൾ തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ 3 വലസം വെച്ച് കഴിഞ്ഞ് തിരിച്ച് ഇവർ പന്തലിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ 7 മണിയാകുമ്പോൾ കിഴക്കേത്തറക്കാരുടെ ഈ വെടിക്കെട്ട് നടക്കും. വെടിക്കെട്ട് കഴിഞ്ഞ് തിരിച്ച് അപ്പോഴത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഒരു 10 മണിയാകുമ്പോൾ കൈപ്പടി പറഞ്ഞിട്ടൊരു ആയിട്ടുണ്ട്. ഈ തെക്കേ മൂലസ്ഥാനത്ത് ഭഗവതരുടെ മൂലസ്ഥാനത്ത് വെച്ചിട്ടാണ് നടത്തുക. അതെന്ന് വെച്ചാൽ അന്ന് ഈ ഹിസ്റ്ററി അവിടെ വെച്ച് പറയും. ഇതെങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് അതിന് പറയണം നമ്മൾ പറയും. ദേശത്തിൽ ആരാണ് മൂത്ത കാരണവരെ വെച്ചാൽ അവരാണ് പറയുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കാണ്. അപ്പോൾ അവിടെ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഉന്നയിക്കാൻ നമുക്ക് എല്ലാ സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞ് രാവിലെ ഈ വൈകുന്നേരത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെയാണ് തുടങ്ങുന്നത്. രാത്രി വരെ സെയിം തന്നെയാണ്. ഇവിടെ വടക്കേത്തറക്കാർ ആദ്യം വാദ്യം കൊട്ടും, തെക്കേത്തറക്കാർ വാദ്യം കൊട്ടും. പിന്നെ ഇവിടെ നിന്ന് എഴുന്നള്ളിച്ച് പോകുമ്പോൾ അതിന് മുമ്പ് നമ്മുടെ വിശ്വകർമ്മ സമുദായമുണ്ട്. അവരുടെ ഒരു കുതിര വരും. അവർ വാദ്യമൊക്കെ ആയിട്ട് വന്ന് ഇതിന് മുമ്പ് ആദ്യം അവർ പോകണം. അവർ പോയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോകണം. ഈ വാദ്യം ഫോളോ ചെയ്ത് പോയിട്ട് അമ്പലത്തിൽ ചെന്ന് വെച്ചാൽ അവരാണ് ആദ്യം ഇറങ്ങുക. അവർ വശം വെച്ചതിന് ശേഷം നമ്മൾ ആന ഇറങ്ങി ഇത് നമ്മൾ വശം വെച്ചതിന് ശേഷം ആന ഇറങ്ങിയിട്ട് ഇതുള്ളൂ. അവർ 3 വട്ടം ഇത് വെച്ച് കഴിഞ്ഞ് തിരിച്ച് വന്ന് അമ്പലത്തിൽ വന്ന് പന്തലിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈട് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് പണികൾ 2 വീട്ടിലും തുടങ്ങും. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയാണ് ഈ മരുന്ന് പണി കഴിഞ്ഞ ശേഷമാണ് ഈ രാവിലത്തെ പൊട്ടിവേല പറഞ്ഞ പരിപാടിയുണ്ട്. അത് തുടങ്ങും. അത് ഒരു 9-9:30 മണിയാകുമ്പോൾ സമാപിക്കും. ചരിത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് രാജകീയമായ ഒരു ചരിത്രരേഖകളെ ഉന്മൂലനം ചെയ്യുകയും ഛിദ്രശക്തികളെ ഇല്ലാതെയാക്കി ദേശരക്ഷയ്ക്കായി ചക്രവർത്തിയിൽ നിന്നും അഥവാ സാമൂതിരി രാജാവിൽ നിന്നും നൽകപ്പെട്ട 500 പടനായകന്മാരായിട്ടുള്ള നായന്മാർ അവരെല്ലാവരും ഈ 3 ദേശത്തെ സംരക്ഷിച്ചുകൊണ്ട് ഇന്നും
ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നിലനിർത്തി വരുന്നു. വളരെ ദീർഘമായ ചടങ്ങുകൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും വളരെ പ്രശസ്തമാണ് കുനിശ്ശേരി കുമ്മാട്ടി എന്ന രണോത്സവം. ആ രണോത്സവത്തിൻ്റെ നടത്തിപ്പ്, അതായത് എങ്ങനെയാണ് ഈ ക്ഷേത്രോൽപ്പത്തി അല്ലെങ്കിൽ ഈ ഉത്സവം ഉണ്ടായത്, ആ ഉത്സവത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ദേവിയുടെ മഹിമാവിലാസത്തെക്കുറിച്ചും ദേവി ഓരോ ഭക്തജനങ്ങളിലും സന്നിവേശിച്ചുകൊണ്ട് ഈ ശത്രുപടയെ എങ്ങനെയാണ് ശത്രുപാളയത്തിൽ നിന്നും തുരത്തിയത്, ഇങ്ങനെ പോകുന്ന ഒരു ദേശരക്ഷയ്ക്ക് ഏതൊക്കെ തരത്തിലുള്ള സംരക്ഷണ കവചമാണോ തീർക്കേണ്ടത് അത് ദൃശ്യവും അദൃശ്യവുമായ ശക്തികളിലൂടെ ഈ ദേശത്തെ കാത്തു സംരക്ഷിച്ചു എന്ന വളരെ വിലപ്പെട്ട, എന്നാൽ ഇന്നും അത് എത്ര ആധുനികതയിലും എത്ര ശാസ്ത്ര സാങ്കേതിക രംഗം വികാസം പ്രാപിച്ചാലും ഇന്നും ആ വിശ്വാസത്തെയും അതുപോലെ തന്നെ ആ വിശ്വാസം കാത്തു സംരക്ഷിക്കുന്ന മൂല്യപ്രധാനങ്ങളായ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും അനുവർത്തിക്കുന്നു എന്നതാണ് ഈ വടക്കേത്തറ ദേശത്തിൻ്റെ പ്രശസ്തിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഉന്നതിക്കും ക്ഷേമത്തിനും അടിസ്ഥാന കാരണം. അത് രക്ഷാധികാരി എന്ന രീതിയിൽ നിന്നുകൊണ്ട് തന്നെ, ആ നിലയിൽ നിന്നുകൊണ്ട് മാറി മാറി വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ടുന്ന ഈ ഒരു മഹത്തായ സന്ദേശം, ഇത് നമുക്ക് തരുന്നൊരു മഹത്തായ മറ്റൊരു സന്ദേശമുണ്ട്. കൂട്ടായ്മയും കൂടിച്ചേരലും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവുമാണ് ഒരു ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ രക്ഷയ്ക്ക് അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയാതെ ഈ ദേശരക്ഷയിലൂടെ അവർ പറയുന്നു. ഇതാണ് വടക്കേത്തറ ദേശത്തിൻ്റെ കുമ്മാട്ടിയോട് അവർ നൽകുന്ന അല്ലെങ്കിൽ ഈ ദേശം സമർപ്പിക്കുന്ന മഹത്തായ സംസ്കൃതി. ഇനി നമുക്ക് ഈ ഐതിഹ്യ കഥകളിൽ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇനിയും നമുക്കറിയേണ്ടതുണ്ട്. കാരണം ചരിത്ര വസ്തുതകൾ ഊഹാപോഹങ്ങളുടെയോ അനുമാനങ്ങളുടെയോ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതിന് പകരം വളരെ വസ്തുനിഷ്ഠമായ യുക്തിയുക്തമായ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളിൽ ഏർപ്പെടുന്ന കുറേ കഥാപാത്രങ്ങളും ഈ ഉത്സവത്തിനിടയിൽ കയറി വരുന്നുണ്ട്. വിശ്വകർമാക്കൾ, അതുപോലെ തന്നെ പലകുടികൾ, 500 നായന്മാർ, ഇങ്ങനെ പോകുന്ന എല്ലാ പ്രതിനിധികളെയും ഇവിടെ ഒരുമിച്ച് കാണുന്നു എന്നുള്ളതാണ് ഈ മഹത്തായ ഉത്സവം നൽകുന്ന വലിയൊരു സന്ദേശം. ആ സന്ദേശം നമുക്ക് പകർന്നു തരുന്ന രക്ഷാധികാരിയുടെ പ്രസ്താവനയോടൊപ്പം തന്നെ ഈ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ മോഹൻകുമാർ ശ്രീലകം, അദ്ദേഹം ഈ നമ്മുടെ ഈ എന്താ പറയുക, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതുപോലെ തന്നെ എല്ലാവരെയും, ഒരു പക്ഷേ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തുചേരുന്ന ഒരു ഇടം കൂടിയാണ് ഈ കുനിശ്ശേരി കുമ്മാട്ടി നടക്കുന്ന ഭഗവതി ക്ഷേത്ര പരിസരം എന്ന് പറയുന്നത്. നമുക്ക് നാനാവിധത്തിലുള്ള ജാതി മത വർഗ വർണ്ണ ദേശഭേദമന്യേ എല്ലാവരും ഒത്തുകൂടുന്ന എത്തിച്ചേരുന്ന ഇടമായതുകൊണ്ട് ആ പൂരത്തിന് അല്ലെങ്കിൽ കുനിശ്ശേരി കുമ്മാട്ടിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് നമ്മുടെ സെക്രട്ടറിയിലൂടെ അറിയാം. ശ്രീ മോഹൻജി, നമുക്ക് ഈ കുമ്മാട്ടിയിലെ എല്ലാവരും ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഒത്തുചേരുന്നവരാണ്, ഏകത്വ ഭാവത്തിൽ എന്നാൽ നാനാത്വത്തിലുള്ള ആൾക്കാരെല്ലാവരും കൂടി ചേരുന്ന ഒരു വലിയൊരു ഉത്സവമാണ്. ആ ഉത്സവത്തിലേക്ക് ദേശം സെക്രട്ടറി എന്ന നിലയിൽ അവരെ ക്ഷണിച്ചുകൊണ്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ആദ്യമായി 2024 മാർച്ച് 19 നടക്കുന്ന കുമ്മാട്ടി മഹോത്സവത്തോടനുബന്ധിച്ച് എല്ലാവരെയും ക്ഷണിക്കുന്നു. പിന്നീട് നമ്മളുടെ കുമ്മാട്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ കുംഭമാസത്തിലെ പുണർതം നാളിൽ കുമ്മാട്ടി വരിയെഴുത്ത് ചടങ്ങ് നമ്മളുടെ മൂലസ്ഥാനമായ മന്നത്ത് വെച്ച് നടത്തും. അന്ന് വരിയെഴുത്ത് ചടങ്ങാണ് നടക്കുക. ഈ വരിയെഴുത്ത് ചടങ്ങുകളിൽ എല്ലാ സമുദായത്തിലും ഉള്ളവർ പങ്കെടുക്കും. അതിൽ വെറ്റില അടയ്ക്ക കൊണ്ടുവരുന്ന സമുദായം മുസ്ലിം സമുദായമാണ്. അതായത് ഇതിൽ മുസ്ലിം സമുദായത്തിന് പോലും ഇതിലെല്ലാം ഒരേ ഷെയറിങ് അല്ലെങ്കിൽ ഈക്വൽ കോൺട്രിബ്യൂഷനാണ് നമ്മളുടെ ഈ കുമ്മാട്ടി എന്ന് പറയുന്ന ഭഗവതിയുടെ ഈ മാമാങ്കം. അന്നേ ദിവസം നമ്മൾ വരിയെഴുത്ത് ചടങ്ങ് നടക്കും. വരിയോല ദേശക്കാർന്നവർ നമ്മളുടെ വരിയോല കൈമാറും. വരിയോല കൈമാറിക്കഴിഞ്ഞാൽ നമ്മൾ ഭഗവതിയുടെ ദീപാരാധനയ്ക്ക് പ്രസാദം വാങ്ങിക്കും. ആ പ്രസാദം നമ്മളുടെ ഈ മുസ്ലിം സഹോദരൻ, ഇവിടെ വെറ്റിലയും അടയ്ക്കയും കൈമാറുന്ന മുസ്ലിം സഹോദരന് നമ്മൾ പൂക്കളത്തി അമ്മയുടെ മുന്നിൽ വെച്ച് ഈ പ്രസാദമെല്ലാം അദ്ദേഹത്തിന് കൈമാറും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് എല്ലാവരും കുമ്മോ എന്ന് വിളിച്ച് നമ്മളുടെ ഇതിൻ്റെ ആദ്യത്തെ വരി എഴുത്ത് എന്ന് പറയുന്നത് വരി പിരിക്കുക. അത് മന്നത്തെ വീട്ടിലാണ് അതിൻ്റെ ആദ്യമായി നമ്മൾ ചെന്ന് ആ വരിസംഖ്യ പിരിക്കുക. അത് അവിടെ നിന്ന് വാങ്ങിച്ച ശേഷം നമ്മൾ അവിടെ നിന്ന് കാരക്കാട് എന്ന് പറയുന്ന ഒരു കുടുംബം, അവിടെയും ചെന്ന് നമ്മൾ ഈ വരിസംഖ്യ
വാങ്ങിക്കും. ഇത് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ മുതൽ നമ്മളുടെ ഈ തട്ടകത്തിലുള്ള നമ്മളിവിടെ ഉള്ളവർ രാവിലെ 6 മണിയാവുമ്പോഴേക്കും ഈ വരിയോല എടുത്ത് നമ്മൾ ഓരോ വീടുകളിലും ഈ വരി പിരിക്കാനായിട്ട് നമ്മളുടെ കുട്ടികളായാലും വലിയവരായാലും നമ്മളെല്ലാ വീടുകളിലും, കാരണം നമ്മളുടെ ഏരിയ 1700 വരിയുള്ള ഇതാണ്, എല്ലാ വീടുകളിലും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം പോയി അവർക്കൊക്കെ നമ്മുടെ ഭഗവതിയുടെ ഫോട്ടോയും കലണ്ടറും എല്ലാം കൊടുത്ത് അവർ ഇതെല്ലാം ഇതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമാണ്. അവരെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കുമ്മാട്ടിക്ക് എല്ലാവരും വരണം. അതിൽ ഒരു സമുദായത്തിനെയും വിട്ടു നിൽക്കില്ല. നമ്മളുടെ മുസ്ലിം സമുദായവും നമുക്ക് വരി തരുന്നവർ എത്രയോ പേരുണ്ട്. അപ്പോൾ ഈ കുമ്മാട്ടി എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവരും കൂടി ചേരുന്ന ഒരു മഹത്തായ ഒരു മാമാങ്കം ഭഗവതിയുടെ. പിന്നെ നമ്മൾ വരി പിരിക്കുക എന്ന് പറയുന്നത് ഈ കണ്യാറ് വരി നമ്മൾ വരി പിരിക്കാൻ എല്ലാ ദിവസങ്ങളിലും 6 മണിയാകുമ്പോൾ എല്ലാവരും കുളിച്ച് എല്ലാവരും അവരവരുടെ ഏരിയകളിലേക്ക് പോകും. അതിൽ പനയമ്പാറ, കണ്ണമ്പുള്ളി, അങ്ങനെ പല ഏരിയകളുണ്ട് നമുക്ക്. അവിടെയൊക്കെ ഓരോരോ 2 ആളായിട്ട് പോയി ഇതെല്ലാം കളക്ട് ചെയ്യും. കുറേ ആളുകൾ അമ്പലത്തിൽ കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ കണ്യാർ കുമ്മാട്ടിക്ക് ഇപ്പോൾ പറഞ്ഞ വിശേഷങ്ങളൊക്കെ നമ്മുടെ രക്ഷാധികാരി പറഞ്ഞതുകൊണ്ട് ഇനി അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് കുമ്മാട്ടി ദിവസം നമ്മൾ അതുപോലെ തന്നെ അന്നദാനം. ആര് വന്നാലും നമ്മുടെ ദേശത്ത് വയറ് നിറച്ചിട്ടേ അയക്കത്തുള്ളൂ. അതാരെന്നില്ല. ഒരാൾ വഴി കൂടെ പോവുകയാണെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോഴുള്ളവർ അവരെ ഇരുത്തി ഭക്ഷണം കൊടുത്തിട്ടേ നമ്മൾ അയക്കുള്ളൂ. അപ്പോൾ അതിൽ ഇതൊന്നുമില്ല. അപ്പോൾ എല്ലാം ഭംഗിയായി ഈ ഭഗവതിയുടെ തിരുനാളായ മാമാങ്കം ഭംഗിയായി അവസാനിക്കട്ടെ. അതിലൊരു പാത്രമാവാൻ കഴിഞ്ഞ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ കഴിഞ്ഞ വർഷവും സെക്രട്ടറി ആയിരുന്നു, ഈ വർഷവും സെക്രട്ടറിയാണ്. എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റാവുന്ന മാക്സിമം എല്ലാവരായിട്ടും ഷെയർ ചെയ്ത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ തട്ടകത്തിലും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. തീർച്ചയായിട്ടും അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്നൊരു ചോദ്യം പണ്ട് രാജകീയമായ ഭരണകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നമാണ് ഈശ്വരീയതമായ ബ്രഹ്മം. ആ ബ്രഹ്മത്തെ പകർന്നു കൊടുക്കുക എന്ന മഹത്തായ ഒരു കർമ്മം നടത്തുന്ന, മഹത്തായ ദാനം നടത്തുന്ന ഒരു ദേശം. ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ കഷ്ടപ്പാടുകളോ ഇല്ലാതെ സസുഖം സന്തോഷാത്മകമായ രീതിയിൽ മനസ്സിനും ശരീരത്തിനും സുഖ സന്തോഷങ്ങൾ പകരുക എന്ന ഒരു സതുദ്ദേശത്തോടു കൂടി നടത്തുന്ന ഉത്സവം അത് വടക്കേത്തറ ദേശം സമ്മാനിക്കുമ്പോൾ തീർച്ചയായും ചരിത്രവും അതുപോലെ തന്നെ ഐതിഹ്യവും ഇഴചേർന്നുകൊണ്ടാണ് ഈ ഉത്സവം നടത്തപ്പെടുന്നത്. ഇത് കാലാകാലങ്ങളായി തുടർന്നു വരുന്നു. ഇപ്പോൾ സെക്രട്ടറിയിൽ നിന്നും കേട്ട ഒരു സന്ദേശാത്മകമായ വാക്കുകളും അത് തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് ഒരുപാട്, അതായത് വിളിച്ചു ചൊല്ലൽ, അതുപോലെ തന്നെ വിളിച്ചു ചോദിക്കൽ, ഇങ്ങനെ കുറേയൊക്കെ ചടങ്ങുകളുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒന്നേ ഉള്ളൂ, ദേശത്തിൻ്റെ സർവത്ര കൂട്ടായ്മയും കൂടിച്ചേരലുമാണ്. അടുത്ത ഒരു വ്യക്തിയിലേക്ക് നമുക്ക് കടക്കാം. നമുക്കറിയാം, ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞു, ഓരോ വീടുകളിലേക്കും ഇറങ്ങിച്ചെന്ന് അവരെ ക്ഷണിക്കുകയാണ് ആദ്യം. എന്നതിന് ശേഷം അവരുടെ ഇംഗിതമനുസരിച്ച്, അതായത് യഥാശക്തി മഹാബലം എന്ന ആ അർത്ഥത്തിൽ ആരാണോ എന്താണോ അമ്മയുടെ മുമ്പിൽ, അമ്മയുടെ ഉത്സവത്തിന് ആ ഭാഗവാക്കാകുന്നത്, ആ ഒരു വരി സംഖ്യ സ്വീകരിച്ച്, ആ ദ്രവ്യം സ്വീകരിച്ച് അവരെ ക്ഷണിക്കുക എന്നുള്ള വളരെയധികം ഉദാത്തമായ ഒരു കർമ്മം നിർവഹിക്കുന്നുണ്ട് ഈ ദേശം. അതിഥി ദേവോ ഭവ എന്ന ആ ആപ്തവാക്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു ആചാരമാണിത്. ആ ഒരു ആചാരം എന്ന് പറയുമ്പോൾ തന്നെ ധനസമാഹരണമാണ്. അപ്പോൾ ആ ധനസമാഹരണത്തിൻ്റെ കൃത്യമായ വിനിയോഗിക്കൽ നടത്തുന്നത് ഈ ദേശത്തിൻ്റെ കമ്മിറ്റിയിലെ ട്രഷറർ അഥവാ ഖജാൻജി എന്ന് പറയുന്ന സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മഠത്തിൽ മുരളീധരൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ഈ വർഷത്തെ ഈ കുമ്മാട്ടി ഉത്സവത്തിന് വടക്കേത്തറ ദേശത്തെ നയിക്കുന്ന ട്രഷറർ അഥവാ ഖജാൻജി. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, എന്താണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നൽകാനുള്ള സന്ദേശം? നമസ്കാരം മുരളീട്ട. നമ്മുടെ ഈ ദേശത്തിൻ്റെ പ്രത്യേകതകളിപ്പോൾ രക്ഷാധികാരി പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞു, അതിൻ്റെ വലിപ്പവും അതിൻ്റെ മഹിമയൊക്കെ പറഞ്ഞു. അങ്ങേക്ക് എന്താണ് ഈ ഉത്സവത്തെക്കുറിച്ച് ഒരു ട്രഷറർ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്? എനിക്ക് ട്രഷറർ എന്ന നിലയിൽ പറയാൻ ഇവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും എന്നാലാവുന്നത് ഞാൻ പറയാം. കുംഭമാസത്തിൽ മീനമാസത്തിൽ പുണർനാളിലാണ് കുമ്മാട്ടിയാണെങ്കിൽ നമ്മുടെ ഉത്സവമെങ്കിലും കുംഭമാസത്തിലെ പുണർനാളിൽ വരിയെഴുത്ത്. ആ വരിയെഴുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം പോകുന്നത്, പുള്ളിക്കാരൻ പറഞ്ഞല്ലോ, ഈ സമുദായത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ ആദ്യം പോകുന്നത്.
ആ ഈഴവ സമുദായത്തിലെ പ്രാധാന്യത്തിന് പണ്ട് മുതലേ നമ്മൾ വരി ആദ്യം അവരിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ വേറൊരാൾ ഇവിടെ ചെങ്കാരത്ത് പറയും പോലെ ചെങ്കാരത്ത് മുരുകൻ എന്ന് പറയും, കാരക്കാട്ട് മുരുകൻ. അത് കഴിഞ്ഞാൽ അന്നത്തെ വരി അന്ന് രാത്രി എത്ര രാത്രി ആയാലും ആ 2 വീട്ടിൽ പോയി വരി വാങ്ങിച്ചേ ഞങ്ങൾ ഉറങ്ങും. അതൊന്നാ. രണ്ടാമത് ഈ വരിയിട്ടപ്പോൾ പിറ്റേ ദിവസം മുതൽ തട്ടകമാകെ ഉണർന്നിട്ട് ഞങ്ങളെ കാത്തിരിക്കുകയാണ് ഈ വരിക്കാർ. അമ്മയുടെ സമർപ്പണത്തിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ നിലവിളക്ക് കൊളുത്തി പുല്ലുവായിട്ട് ഞങ്ങളെ സ്വീകരിച്ചു. ആ സ്വീകരണമാണ് അതിഥി ദേവോ ഭവ. നേരത്തെ ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ ശക്തി. തീർച്ചയായും. അതാണ് ഞങ്ങൾക്ക് ശക്തി തരുന്നത്, അവരുടെ ശക്തിയാണ്. പിന്നെ എന്താ പറയാനുള്ളതെന്ന്, നമ്മൾ രാത്രി വേലയ്ക്ക് ഭഗവതി, ഇവരെല്ലാം പറഞ്ഞു, രാത്രി വേലയ്ക്ക് വിശ്വകർമ്മ സമുദായത്തിൻ്റെ കുതിര എഴുന്നള്ളിക്കുന്ന ഈ ഭഗവതി ആ പൊയ്ക്കുതിര പുറത്തിരുന്ന് ഈ രാവുവേല കാണാനാണ് അവർ വരുന്നത്. ആ രാവുവേല കാണുന്നത് നേരത്തെ പറഞ്ഞ് രാവുവേല കണ്ട് അവർ പൊട്ടിവേലയാകുമ്പോൾ അവൾ ആ കുതിര അവിടെ നിർത്തിയിട്ട് പിന്നെ രാവുവേല കഴിഞ്ഞ് പൊട്ടിവേല കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു വരുമുണ്ട്. അപ്പോൾ ഭഗവതി ഇതേ എനിക്ക് പറയാനുള്ളൂ, അല്ലാതെ കൂടുതലൊന്നുമില്ല. പിന്നെ എന്താ വെച്ചിട്ടെങ്കിൽ എല്ലാവരുടെയും കൂട്ടായ്മയോട് കൂടിയാണ് ഇത് നടക്കുന്നത്. പിന്നെ ഈ ഇപ്പോൾ വാങ്ങുന്ന എമൗണ്ട് ഒരു 700 രൂപ എന്നുള്ളത് എല്ലാവരുടെയും നമ്മൾ പെട്ടെന്ന് രാവിലെ ചെന്ന് 700 രൂപ എടുക്കാൻ പറഞ്ഞാൽ തരാത്ത 100 രൂപ 50 രൂപയായിട്ട് സ്വരൂപിച്ച് ഒരു മാസത്തിനുള്ളിൽ 700 രൂപ. അതാർക്ക് വേണ്ടി? അവർക്ക് വേണ്ടി, ഭഗവതിക്ക് വേണ്ടി. അപ്പോൾ ആ ശക്തിയാണ് ഞങ്ങൾക്ക് ഞാൻ ഈ വരിയിട്ടതിന് മുമ്പിലേ ജോലി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ വരിയിട്ട ദിവസം അക്ഷയനായിട്ട് രാവിലെ 6 മണി തൊട്ടിട്ട് 12 മണി വരെ ആഹാരം കൂടിയില്ലാതെ വെള്ളം കണ്ടാൽ ഒരു ക്ഷീണമില്ല. അതുപോലെ തലവേദനയോ ജലദോഷ പനി ഈ കൂട്ടവേലത്ത് ഞങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിൽ ജോലി ഇല്ലായിരുന്നില്ല. ആ വീട്ടിലെ ജോലിയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവതിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളുകളാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് എൻ്റെ പരമാവധി കഴിവും ഈ കുമ്മാട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവതിക്ക് വേണ്ടി എന്നും ഞങ്ങൾ കടപ്പെട്ടവരാണ്. അവരുടെ ശക്തിയാണ് ഞങ്ങളുടെ ശക്തി. തീർച്ചയായിട്ടും എനിക്ക് വേറെ പറയാനില്ല. അമ്മയുടെ ശക്തിയാണ് ഞങ്ങളുടെ ശക്തി എന്ന് പറയുമ്പോൾ അമ്മയും നന്മയും ഇവിടെ ഒന്നാകുകയാണ്. ആ അമ്മയുടെ നന്മ തന്നെയാണ് അവരുടെ ശക്തിയും, അതുപോലെ തന്നെ അവരുടെ ഓജസ്സും അവരുടെ വീര്യവും. ആ വീര്യം അവരെ കാത്തു സൂക്ഷിക്കുന്നത് അമ്മയിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഇന്നത്തെ തലമുറകൾക്ക്, വളർന്നു വരുന്ന തലമുറകൾക്ക് മനസ്സിലാക്കി വെക്കേണ്ടുന്ന അല്ലെങ്കിൽ ഉള്ളിൽ ആവാഹിച്ചിരുത്തേണ്ടുന്ന ഒരു മഹത്തായ സന്ദേശമാണ്. അമ്മയാണ് എല്ലാം. ആ അമ്മയിൽ നിന്നാണ് തുടക്കവും, അമ്മയിൽ തന്നെയാണ് ഒടുക്കവും. അതുകൊണ്ട് തന്നെ അമ്മ എന്ന മഹത്തായ 2 അക്ഷരങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മഹാപ്രതിഭാസം, സ്നേഹമെന്ന അല്ലെങ്കിൽ സാന്ത്വനമെന്ന അല്ലെങ്കിൽ ക്ഷമയെന്ന അല്ലെങ്കിൽ എന്താ പറയുക, സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ക്ഷമയുടെയും അപ്പുറത്ത് മാതൃത്വം എന്ന് പറയുന്ന ഒരു വാത്സല്യമുണ്ട്. ആ വാത്സല്യമാണ് ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്ന ഈ വടക്കേത്തറ ദേശം ലോകമാനവരാശിക്ക് നൽകുന്നത് ഒരു മഹത്തായ സന്ദേശം തന്നെയാണ്. ചരിത്രത്തിൽ ഒരു വിഭാഗത്തിന് മാത്രമല്ല പ്രാധാന്യം, കുനിശ്ശേരി കുമ്മാട്ടിക്ക് എല്ലാ വിഭാഗങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഓരോ ദേശത്തിൻ്റെയും സംരക്ഷണാർത്ഥം നിലകൊള്ളുന്ന ദേവിയുടെ സ്ഥിതിവിശേഷങ്ങളും അതുപോലെ തന്നെ നിലനിൽപ്പും പരിപാലനവും ഏറ്റെടുത്തിരിക്കുന്നതും ഈ എല്ലാ വിഭാഗക്കാരും കൂടിയാണ്. നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ വടക്കേത്തറ ദേശത്തിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ കൃഷ്ണൻകുട്ടി പാകത്ത് അവർ ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. നമസ്കാരം കൃഷ്ണൻകുട്ടിയേട്ടാ. നമ്മുടെ ഈ പരമ്പരാഗതമായി അനുഷ്ഠിച്ചു വരുന്ന ഉത്സവത്തിൽ ഒരുപാട് വിഭാഗക്കാർക്ക്, ദേശക്കാരിലെ ഒരുപാട് വിഭാഗങ്ങൾ കൂടി ചേരുന്നുണ്ടല്ലോ, അവരുടെ പ്രത്യേകത കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഈ കുംഭമാസത്തിലെ നമ്മൾ പുറന്നാളിലാണ് ബലിയിടുന്നത്. അതിന് തന്നെ എല്ലാ സമുദായക്കാരും ഇവിടെ പങ്കെടുക്കും. ഭേദമന്യേ ഐക്യത്തോടുകൂടി എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ പ്രീതി അന്ന് തന്നെ സൃഷ്ടിക്കും. അന്ന് മുതൽ ഈ 1 മാസക്കാലം എല്ലാവരും കൂട്ടായിട്ട് ഐക്യമത്യത്തോടു കൂടിയിട്ട് നല്ല സഹത്തോടു കൂടിയിട്ട് എല്ലാവരും കൂടെ പ്രവർത്തിച്ചിട്ടാണ് ഇത് വിജയിപ്പിക്കുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ നായേഴ്സ് മാത്രമല്ല, പരകുടിക്കാരെല്ലാവരും നമ്മുടെ കുമ്മാട്ടി, ആരെ കുമ്മാട്ടി, നമ്മുടെ കുമ്മാട്ടി നന്നാക്കണം എന്നുള്ള എല്ലാ ജാതിക്കാരും ഒരേപോലെയാണ് ഇതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ കണ്ണേർമുള പറയുന്നുണ്ട്. കണ്ണേർമുള കൊണ്ടുവന്ന് 3 ദേശക്കാരെയും അതാത് സ്ഥാനമുണ്ട്. ഈ കണ്ണേർമുളയ്ക്ക് പോകുന്നത് പരകുടിക്കാരാണ്. അതിൽ അവകാശമുണ്ട്. അവകാശം കൊടുക്കുന്നത് ദേവസ്വം എന്നാണ്. അവർ കൊണ്ട് അതാത് സ്ഥാനത്ത് 3 മുള കാലത്ത് കൊണ്ട് വയ്ക്കും. അത് പല ക്ഷേത്രങ്ങളിലും പോയിട്ടാണ് അവിടെ കൊണ്ട് വെക്കുന്നത്. വരുമ്പോൾ തന്നെ അതിന് വലിയ ആചാരങ്ങളില്ല കൊണ്ടുവരുള്ളൂ. അത് കൊണ്ട് വെച്ച് നമ്മൾ 3 തറക്കാരും അതിനെ എടുത്ത് കാലത്ത് തന്നെ ഒരു റൗണ്ട് അടിച്ച് കുളത്തിൽ സ്ഥാപിക്കും. അതാ സ്ഥാനത്ത് സ്ഥാപിക്കും.
അതിനുശേഷം അതൊരു 7 മണിക്ക് 8 മണിയോടി എടുത്ത് അലങ്കാരം കഴിഞ്ഞ് അവ സ്ഥാനത്ത് നിശ്ചയിക്കുകയും ചെയ്യും. അതിനുശേഷം പല ജാതിക്കാർ, അത് നമ്മൾ പറയുന്നില്ല, പല ആൾക്കാരും ഉണ്ടാവും, അവർ വിളിച്ചു ചോദ്യമുണ്ട്. വിളിച്ചു ചോദിക്കുന്നത് നമ്മുടെ ഇവിടുന്ന് കണ്ണത്ത് മണ്ണാടിയാർ പല ആൾക്കാരും വിളിച്ചു ചോദിക്കും, നായിമാർ വന്നു, പരടുപേർക്കാർ വന്നു, അവർക്ക് ചോദിക്കും, വന്നു എന്ന് പറഞ്ഞതിന് ശേഷമേ പറതട്ടിക്കണ്ണൂരുള്ളത് ചോദിക്കും. അതിന് ശേഷം മാത്രമേ ഈ മുളയെടുത്ത് നമുക്ക് പ്രദക്ഷിണം വെക്കാൻ പാടുള്ളൂ. 3 പ്രദക്ഷിണം വെച്ചതിന് ശേഷം അതാ സ്ഥാനത്ത് മുള സ്ഥാപിക്കും. വടക്കേത്തറ ഭഗവതി ഇരിക്കുന്ന അവിടെയാണ് വടക്കേത്തറ മുള സ്ഥാപിക്കുക. അതുപോലെ തെക്കേത്തറയിലും കിഴക്കേത്തറയിലും അവ സ്ഥാനമുണ്ട്. ഇവിടെ ഓരോ ഭാഗത്ത് സ്ഥാപിക്കും. അങ്ങനെയാണ് കണ്ണൂർ മുള കഴിഞ്ഞ് അതിൻ്റെ സിസ്റ്റം കഴിക്കുന്നത്. അന്ന് ദിവസം തന്നെ 4 മണി കൂടിയിട്ട് 2 മണിക്ക് നമ്മൾ തമിട്ടക്കലിന് തുടങ്ങും. തമിട്ടക്കലത്തിൽ പെരുമ്പറ, അതിൻ്റേതായിട്ടുള്ള വാദ്യങ്ങൾ ഉണ്ടാവും. ആ 2 മണി കഴിഞ്ഞതിന് ശേഷം പൊട്ടിക്കളി അതെല്ലാം തുടങ്ങും. അത് കഴിഞ്ഞ് 4 മണി കൂടിയിട്ട് അവർ അമ്പലത്തിലെത്തി ആ കണ്ണാർപ്പെട്ട് കഴിയും. പിന്നെ രാവിലെ 11 മണിക്ക് വീണ്ടും വെച്ചിട്ടാണ് മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഈ കുമ്മാട്ടി തുടങ്ങുന്നതിന് ഈ കാരണങ്ങൾ പറയുന്നത്, സാമൂഹ്യരാജ് ഇവിടെ പടവെട്ടാൻ വന്ന് പല പ്രാവശ്യം പടവെട്ടി ജയിക്കുന്നില്ല. 6 മാസക്കാലം 680,000 പണം ചെലവ് ചെയ്തും കുനിശ്ശേരി നാട് പിടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്താ ഈ ചെറിയൊരു രാജ്യം, ഈ കുനിശ്ശേരി രാജ്യം എന്തുകൊണ്ട് പിടിച്ചെടുക്കാൻ കിട്ടുന്നില്ല എന്ന് അയാൾ ഈ ജ്യോതിഷപ്രകാരം നോക്കി. അതിൽ കണ്ടത് ഭഗവതിയുടെ ചൈതന്യമാണ്, വേറെ ആരുടെ ഇതല്ല. ഭഗവതി ഇവിടെ കുനിശ്ശേരിയിലെ വാണറിലാണ്. അവരുടെ ഇതില്ലാതെ നാടടക്കാൻ കിട്ടില്ല, നിങ്ങൾ എത്ര ചെറിയ രാജ്യമാണെങ്കിലും അത് സാധ്യമല്ല പറഞ്ഞു. അങ്ങനെ അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ രാജാവിൻ്റെ രാജചിഹ്നങ്ങൾ, കെട്ടാൻ വാള്, വെട്ടാൻ വാള്, കെട്ടാൻ കയറ്, കൊമ്പുകുഴൽ, അങ്കമുള്ളി, കോല് എന്നിവർക്ക് ഭഗവതിക്ക് അടിയുറവയ്ക്കാമെന്നും എനിക്ക് അടുത്ത യുദ്ധത്തിൽ പട ജയിച്ചു കിട്ടണമെന്നും ഭഗവതി പ്രാർത്ഥിച്ചു. അതിനനുസരിച്ച് പിറ്റേ യുദ്ധത്തിൽ പട ജയിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സ്ഥാനം ഒതുക്കാൻ ഉണ്ടാകുന്നത്. എല്ലാവരും അടിയറ വെച്ച് അതിൽ ഈ യുദ്ധത്തിൽ നമ്മുടെ ആൾക്കാരൊക്കെ നായന്മാരെല്ലാം മരിച്ചുപോയി. അപ്പോൾ അവർക്ക് 500 നായന്മാരെന്നാണ് വെക്കുന്നത്. അതിലവർക്ക് കുമ്മാട്ടി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവാതിരനാവിലെ ഉത്സവപ്രകാരം ഇവർക്ക് മാമംഗം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസം ഉണർന്ന നാളിൽ കുമ്മാട്ടി നടത്തി കാണണമെന്നിട്ടാണ് ഈ കുമ്മാട്ടി ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ രാവേല കഴിയും. രാവേലയ്ക്ക് വന്നവരിൽ ആരോടെങ്കിലും എന്താ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കാൻ പാടില്ല, അതാണ് പ്രധാനം. അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവൻ്റെ പുരമം നായം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ 500 നായന്മാരും സമ്മതിക്കണം. ആരെങ്കിലും വന്നിട്ട് എന്തടാ, എന്തിനു വന്നു, അന്യനാട്ടിൽ പോയാലും ശരി, അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്നാലും ശരി, ആരോടും എന്താ നിങ്ങൾ ചോദിക്കാൻ പാടില്ല. അന്നൊരു ബഹുമാനിച്ച് ഐക്യത്തോടി സമ്പത്തോടി അവരെ സ്വീകരിക്കണം. ആ ഇത് വെച്ചിട്ടാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവരും സമ്മതമുണ്ട്. 500 നായന്മാരും സമ്മതമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൈപ്പിടി അവസാനിപ്പിക്കുക. അതാണ് ഈ കൈപ്പിടി ചടങ്ങ്. തീർച്ചയായിട്ടും. അതായത് ഇവിടെ ഇപ്പോൾ കൃഷ്ണകുട്ടിയേട്ടൻ പറഞ്ഞതിൽ നിന്ന് ഒരു ചെറിയൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ആരടാ എന്തടാ എവിടുന്ന് വരുന്നു എന്തു ചെയ്യുന്നു ഇങ്ങനൊരു താൻ പോരുമെത്തും ഈ ദേശത്തിനുണ്ടാവാൻ പാടില്ലെന്നാണ്. അത് ഈ ദേശത്തിന് മാത്രമല്ല, ഇത് ലോകത്തിന് നൽകുന്നൊരു സന്ദേശമാണ്. കാരണം ആരും വലിയവരല്ല, ആരും ചെറിയവരല്ല, നമ്മളെല്ലാവരും ഒന്നാണ്. ആരുടെ മുമ്പിൽ? ഈശ്വരീയതയ്ക്ക് മുമ്പിൽ, അഥവാ ഭഗവതിക്ക് മുമ്പിൽ. ഈ ഒരു മഹത്തായ സന്ദേശം നൽകുന്ന വളരെയധികം ഗംഭീരമായ ആഘോഷങ്ങൾ കൊണ്ടും ചടങ്ങുകൾ കൊണ്ടും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും നിറയുകയാണ് കുനിശ്ശേരി കുമ്മാട്ടി എന്ന മാമാങ്കം. തിരുനാവായിയിൽ ചാവേറുകൾ നിലപാട് തറയിൽ അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി സ്വയം ചാവേറുകളായി പടവെട്ടിയ ആ കാലത്തിൻ്റെ സ്മരണകൾ ഉയർത്തുന്ന രണോത്സവമായി അറിയപ്പെടുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ആധ്യാത്മിക തലസ്ഥാന നഗരമായ പാലക്കാട് ജില്ലയിലെ ഏറ്റവും മഹത്തായ രണോത്സവങ്ങളിൽ ഒന്നാണ് ഈ കുനിശ്ശേരി കുമ്മാട്ടി. അത് നമുക്ക് വളരെയധികം സന്തോഷത്തോടെ, മനസ്സമാധാനത്തോടെ, സുഖങ്ങളോടെ ഈ ദേശത്തിൻ്റെ സംരക്ഷണത്തിൽ ആഘോഷിക്കാം, ആസ്വദിക്കാം. അമ്മയുടെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വടക്കേത്തറ ദേശം സമർപ്പിക്കുന്നു 2024 ഈ മഹത്തായ മാമാങ്കം. പ്രിയ ഉത്സവപ്രേമികളെ, പ്രിയ പ്രേക്ഷകരെ, ക്ഷേത്ര മീഡിയ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ഈ ഒരു അഭിമുഖം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കാരണം എൻ്റെ ഒപ്പം നിൽക്കുന്നത് ഒരു കൂട്ടം യുവത്വ നിരയാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, ഇന്ന് പാലക്കാട് ജില്ലയിൽ എന്നല്ല, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഉത്സവത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പ്രൗഢഗംഭീരമായ ചടങ്ങുകളിലും അതിൻ്റെ സംഘാടന മികവിലും എടുത്തു പരിശോധിച്ച് നോക്കിയാൽ യുവാക്കളുടെ അല്ലെങ്കിൽ യുവനിരയുടെ വളരെയധികം എന്താ പറയുക, അനിഷേധ്യമായ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അവരുടെ ഭാഗവാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല.
കുനിശ്ശേരി കുമ്മാട്ടി എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന രണോത്സവമായിട്ടുള്ള കുനിശ്ശേരി കുമ്മാട്ടിക്ക് വടക്കേത്തറ ദേശത്തിന്റെ നടത്തിപ്പ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഭഗീരഥമായ ഒരു പ്രയത്നത്തിൽ ഈ യുവനിരകൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നു ഈ ദേശം. കാരണം അവരുടെ കാർമ്മികത്വത്തിലും അവരുടെ എന്താ പറയുക ശ്രേഷ്ഠമായ കൂടിച്ചേരലിലുമാണ് ഈ ഉത്സവത്തിന്റെ പൊടുപ്പും തൊങ്ങലും അലങ്കാരികതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മേളവും ആനയും പന്തൽ സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ വെടിക്കെട്ടും തുടങ്ങിയ എല്ലാം ഏതൊക്കെ ചേരുവകളാണോ ഉത്സവത്തിന് അല്ലെങ്കിൽ കുമ്മാട്ടിക്ക് വളരെയധികം മികവുറ്റതാക്കി തീർക്കുന്നത് അതിനെല്ലാം ഭാഗവാക്കാകുന്നവരാണ് ഈ യുവത്വനിര. അതിൽ നമുക്ക് ആദ്യം ഈ മേളത്തെക്കുറിച്ച് അഥവാ പഞ്ചവാദ്യങ്ങളെക്കുറിച്ച് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ കൂടിച്ചേരലിനെ കുറിച്ച് അതിൻ്റെ ചേരുവകളെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് എല്ലാവരും അഹോരാത്രം കഴിഞ്ഞ കുംഭമാസത്തിലെ പുണർദം നക്ഷത്രത്തിൽ നടക്കുന്ന വരിയോൽ എഴുത്ത് മുതൽ ഇന്നിപ്പോൾ ഈ വരാനിരിക്കുന്ന മീനത്തിലെ പുണർദം നാളിൽ നടക്കുന്ന കുമ്മാട്ടി ഉത്സവം വരെ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ്. അവരാദ്യം നമുക്ക് അജിത്തിനോട് ചോദിക്കാം, അജീഷിനോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ യുവത്വ നിരയിൽ നിങ്ങൾ ഈ വാദ്യങ്ങളുടെ പ്രത്യേകിച്ച് പഞ്ചവാദ്യത്തിനൊക്കെ ഏതൊക്കെ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കി നോക്കാം. അജീഷ്, ഇന്ന് നമ്മൾ ദേശത്തിന് സമർപ്പിക്കാൻ പോകുന്ന ഒരു മഹത്തായ പൂരത്തിന്റെ പ്രൗഢഗംഭീരമായ ഒരു എന്താ പറയുക പാരമ്പര്യത്തിന് പിന്മുറക്കാരായി നമ്മൾ കൊടുക്കുന്ന മഹത്തായ ഒരു ഉത്സവമാണ് വടക്കേത്തറ ദേശം സമർപ്പിക്കുന്നത്. അതിൽ മേളത്തിന് ഒരു പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് പഞ്ചവാദ്യം ആസ്വദിക്കുന്നവർ, മേളം ആസ്വദിക്കുന്നവർ. അങ്ങനെ നിങ്ങൾ ഈ യുവനിര എന്താണ് ആ മേളത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഒരുക്കിയിരിക്കുന്നത്? നമ്മൾ ആക്ച്വലി 101 കലാകാരന്മാർ അണിനിരക്കുന്ന കല്ലൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന മേളമാണ് മേളം. പിന്നെ കല്ലൂർ ഉണ്ണികൃഷ്ണൻ. പിന്നെ പഞ്ചവാദ്യത്തിലാണെങ്കിൽ പരക്കാട് തങ്കപ്പന്മാരൻ, ഗുരുവായൂർ ഹരി, പിന്നെ പരക്കാട് മഹേശ്വരൻ, പരക്കാട് മഹേന്ദ്രൻ, അങ്ങനെയുള്ള പ്രഗത്ഭരാണ്. പിന്നെ തായമ്പകയിലാണെങ്കിൽ നമ്മൾ ഡബിൾ തായമ്പകയാണ്. അതിൽ കല്ലൂർ ഉണ്ണികൃഷ്ണൻ, പിന്നെ കല്ലുവഴി പ്രകാശൻ ഡബിൾ തായമ്പക രാത്രി. അപ്പോൾ പോയ പ്രാവശ്യം വന്നിട്ട് വേറെ ടീമായിരുന്നു. ഐ മീൻ കുനിശ്ശേരി അനിയന്മാരുടെ അങ്ങനെ നമ്മൾ വർഷം മാറി കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. തീർച്ചയായിട്ടും നല്ല എങ്ങനെ ഗംഭീരമായിട്ട് തന്നെ ഗംഭീരം അല്ലെ? അതിനുള്ള നിങ്ങളുടെയൊക്കെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട്? നമ്മള് കഴിഞ്ഞ കുമ്മാട്ടിക്ക് ശേഷം മുതൽ ആനകളും പഞ്ചവാദി എല്ലാം ഏൽപ്പന അപ്പളെ കഴിഞ്ഞതാണ്. അപ്പൊ നല്ലൊരു കോൺഫിഡൻസ്. തീർച്ചയായിട്ടും ഗംഭീരമാവട്ടെ. അതായത് അജീഷിന്റെ വാക്കുകളിൽ നിന്ന് നമുക്കറിയാം, കഴിഞ്ഞൊരു കുമ്മാട്ടി കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ ഈ കുമ്മാട്ടിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ പൊലിമയും ഗരിമയും ഈ കുമ്മാട്ടിക്ക് മേള വാദ്യ തായമ്പകളിലൂടെ അവർ സംഭാവന ചെയ്യുന്നു ഉത്സവപ്രേമികൾക്ക്, ആസ്വാദകർക്ക് എന്നാണ്. ഇനി നമുക്കറിയാനുള്ളത് ഈ കുമ്മാട്ടിയുടെ ചന്തം എന്ന് പറയുന്നത് ആനച്ചന്തമാണ്. കടല് കണ്ടാലും ആന കണ്ടാലും എത്ര കണ്ടാലും മതി വരില്ല, അത്രയും മാത്രം വലിയൊരു എന്താ പറയുക സൗന്ദര്യാത്മകത നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഈ കുമ്മാട്ടിയുടെ മാറ്റുകൂട്ടുന്ന ആനകളുടെ ഗജനിരകളുടെ പ്രാഗൽഭ്യം. എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് നമ്മുടെ ശ്രീജിത്ത് നമ്മളോട് പറയും. ശ്രീജിത്തിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. ശ്രീജിത്ത്, നമസ്കാരം. നമ്മുടെ ഈ കേരളത്തിലെ ഗജവീരന്മാരായിട്ടുള്ള പ്രൗഢഗംഭീരന്മാരായിട്ടുള്ള ഗജവീരന്മാരെയാണ് ഇത്തവണ വടക്കേത്തറ ദേശം കുമ്മാട്ടിക്ക് അണിനിരത്തുന്നത് കേട്ടു. എങ്ങനെയാണ് അതിന്റെ സജ്ജീകരണം? ഗുരുവായൂർ പത്മനാഭൻ, തെച്ചിക്കോട്ടാവ് രാമചന്ദ്രൻ, അല്ലെങ്കിൽ കൊട്ടങ്ങളൂർ അർജുനൻ, ആ ഒരു ടോപ്പ് ലെവലിലുള്ള ആനകൾ വന്നിരുന്ന ദേശമാണിത്. അപ്പോൾ ഒരിക്കലും നമ്മളത് കുറയ്ക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിലും നമ്മളൊരു പാമ്പാടി രാജനെയാണ് കുറേ കാലത്തിന് ശേഷം ഏൽപ്പിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾക്കൊരു ഒരു യങ് നിര വേണമെന്നൊരു ചിന്തയുണ്ടായി. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നന്ദിലത്ത് ഗോപാലകൃഷ്ണനാണ് കോലം കൊടുക്കുന്നത്. ആന ഇതുവരെ പാലക്കാട് ജില്ലയിൽ ഒരു ഏരിയയിലും കോലം എടുത്തിട്ടില്ല. റെയറാണ്. ഇല്ല, വന്നിട്ടില്ല. ഷുവറാണ്. നമ്മുടെ ഈ പാലക്കാട് സൈഡിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ കോലമായിട്ട് അപ്പോൾ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, വലത്ത് തടംപേറ്റുന്നു, വലത്ത് കുന്നത്തൂർ രാമു, തൃശ്ശൂരിന്റെ യുവരാജാവ് മച്ചാട് ജയറാം, പാറമേക്കാവിന്റെ കാശിനാഥൻ, കൊട്ടങ്ങളറ ശ്രീനിവാസൻ, അങ്ങനെ ഒരു യൂത്ത് നിരയാണ് പ്രാവശ്യം. അപ്പോൾ ഒരു ഗംഭീരമാക്കാൻ തന്നെ പരിപാടി നല്ലൊരു എഴുന്നള്ളിപ്പായിരിക്കും. തീർച്ചയായിട്ടും ഗജങ്ങളെ കൊണ്ട് നിറയുന്ന, പ്രത്യേകിച്ച് നന്ദിലത്ത് ഗോപാലകൃഷ്ണനെ പോലുള്ള പ്രഗത്ഭമതികളായ ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് കോലം കയറ്റിക്കൊണ്ട് ഒരു കുമ്മാട്ടി ആഘോഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വടക്കേത്തറ ദേശത്തിലെ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാമാണ് അല്ലേ? തീർച്ചയായിട്ടും അത് 100% ആ ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാമാക്കി തന്നെയാണ് കുമ്മാട്ടിയെ മാറ്റിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ യുവനിരകളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. വളരെ സന്തോഷമാണ്. കാരണം ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരുന്ന തലമുറകൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന തലമുറകളിലേക്ക് കൂടി ഇതിൻ്റെ മഹത്തായ സന്ദേശം പകർന്നു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് ഇവരുടെ ഈ ആവേശവും
ഈ ഒരു ഉത്സാഹവും ഉണർവും ഈ കുമ്മാട്ടിക്ക് മിഴിവേകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ഇതിന്റെ പന്തൽ അലങ്കാരങ്ങൾ, ഇപ്പൊ നമുക്ക് ഈ വടക്കേത്തറ ദേശത്തു നിന്നും പുറപ്പെടുന്ന ഉത്സവങ്ങൾക്ക് ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത് ഇവർ തയ്യാറാക്കുന്ന പന്തൽ സജ്ജീകരണങ്ങൾ തന്നെയാണ്. ആ സജ്ജീകരണങ്ങളെ കുറിച്ച് നമ്മുടെ രഞ്ജിത്തിനെ കൊണ്ട് ചോദിക്കാം. രഞ്ജിത്ത്, നമസ്കാരം. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇന്നത്തെ ഈ ഒരു ഉത്സവത്തിന് ഏതൊക്കെ രീതിയിലുള്ള പന്തൽ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? ഇപ്രാവശ്യം വന്നിട്ട് യങ്സ്റ്റേഴ്സ് എല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ വടക്കേത്തറ ദേശം, നമ്മുടെ ദേശം മൊത്തമായിട്ട് ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ നല്ല രീതിയിൽ അലങ്കരിക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. അതിനുവേണ്ടി ഒരു 1 വീക്ക് മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രിപ്പറേഷനായിട്ട് നമ്മൾ യാക്കൂബിനാണ് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ അലങ്കാരം, ദേശാലങ്കാരം കൊടുത്തിരിക്കുന്നത്. കുഞ്ചേരിക്കാരനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പുള്ളിക്കാരൻ നല്ലൊരു പെർഫോമൻസ് ചെയ്യുന്ന ആളുകളെ കണ്ടു ഞങ്ങൾ ആ പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ആൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി നമ്മുടെ ദേശം വന്നിട്ട് ഇപ്രാവശ്യം വലിയൊരു പന്തൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് എല്ലാ ദേശത്തിൻ്റെ എല്ലാ കോർണേഴ്സിലും നമ്മൾ ലൈറ്റ് സെറ്റിങ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം വരുന്ന ആൾക്കാർക്ക് പാർക്കിംഗ് കിട്ടിയിട്ട് അത് കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ഒരു കംഫർട്ട് സൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരുടെയും വന്നിട്ട് നല്ല രീതിയിൽ ലൈറ്റ് സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആനപ്പന്തൽ ഇപ്രാവശ്യം വന്നിട്ട് സയ്യിദ് അൽവി എന്ന് പറയുന്ന ആൾക്കാണ് കൊടുത്തിരിക്കുന്നത്. പുള്ളിക്കാരൻ വന്നിട്ട് പാലക്കാട് ജില്ല മാത്രമല്ല എല്ലാ ജില്ലകളിലും നല്ല ലീഡിങ് ഇതാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് വന്നിട്ട് ഇപ്രാവശ്യം പുള്ളിക്കാരൻ്റെ ബെസ്റ്റ് ആണ് പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. അതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായും കുമ്മാട്ടി ദിവസം കാണാം. തീർച്ചയായിട്ടും അത് ഇവിടെ രഞ്ജിത്ത് പറഞ്ഞു നിർത്തിയത് ഇതിന്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കുമ്മാട്ടിയിൽ കൂടെ കാണാമെന്നാണ്. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന കുമ്മാട്ടി മഹോത്സവവും അതിന്റെ തയ്യാറെടുപ്പ് നടത്തിയ ഈ യങ്സ്റ്റേഴ്സിന്റെ പന്തൽ സംവിധാനത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു പോയിന്റ്, ഈ നാട്ടിലെ തന്നെ ഒരു വ്യക്തിയെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയാണ്. അതായത് നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാതിരിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ അതിനുമുണ്ട് സുഗന്ധം. ആ സുഗന്ധം ഈ ഉത്സവപ്രേമികളായിട്ടുള്ള ലോകമാനവരാശിക്ക് കാണിച്ചു കൊടുക്കണമെന്ന ഒരു എന്താ പറയുക, ഒരു നിഷ്ഠ തന്നെ എന്ന് വെച്ചാൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഈ യുവത്വനിര ഇന്ന് ഈ ഉത്സവത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അവർക്ക് എല്ലാ വിധത്തിലുള്ള ഓജസ്സും വീര്യവും അമ്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും വരുന്ന കാലങ്ങളിൽ ഇതുപോലുള്ള വളരെയധികം നല്ലൊരു കൂട്ടായ്മയോടുകൂടി കൂടിച്ചേരലോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക ഒത്തൊരുമ കൊണ്ട് ഈ കുമ്മാട്ടി ഗംഭീരമാകട്ടെ. അതിന് ഇവർക്ക് എല്ലാവർക്കും അമ്മയുടെ പ്രസാദം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആഘോഷിക്കാം വളരെ ഗംഭീരമായി ഈ യുവത്വം നൽകുന്ന കുരിശ്ശേരി കുമ്മാട്ടി മാമാങ്കം. ഭഗവതി എന്നത് ഭാഗ്യസൂക്തം എന്ന് പറയുന്ന ഒരു മന്ത്രോച്ചാരണത്തോടു കൂടിയിട്ടുള്ള ഒരു ആരാധനാ സമ്പ്രദായത്തിൻ്റെ ഒരു മന്ത്രമുണ്ട്. ഭാഗ്യസൂക്തം എന്ന് പറയും. അതിൽ ഭഗം എന്ന് പറയുന്നൊരു പ്രത്യേക വാക്കുണ്ട്. അതായത് പ്രാതരഗ്നിയും പ്രാതരിന്ദ്രൻ പ്രാതർമിത്ര വരുണഹ എന്ന് തുടങ്ങുന്ന ആ ഭാഗ്യസൂക്തത്തില് ഭഗം എന്ന് പറയുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. പൂഷാവും ഭഗവും. ഈ ഭഗം എന്ന് പറഞ്ഞാൽ എല്ലാം സഹിക്കാനും പൊറുക്കാനുമുള്ള കഴിവിനെയാണ്, ആ പ്രത്യേക ക്വാളിറ്റിയാണ് ഭഗം എന്ന് പറയുന്നത്. ആ ഭഗം തരുന്നവൾ ആരോ അവൾ ഭഗവതി എന്ന സങ്കല്പത്തിലാണ് ഇവിടെ ഭഗവതിയെ ആരാധിച്ചുകൊണ്ട് കുമ്മാട്ടി ഉത്സവം നടത്തുന്നത്. ആ ഭഗവതിയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയാൻ നമ്മുടെ ഈ കമ്മിറ്റിയുടെ വടക്കേത്തറ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ദിനേശ് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ചോദിക്കാം. ദിനേശ് പറയൂ, എന്താണ് ഭഗവതിയുടെ പ്രത്യേകത? പ്രധാനം പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേത്തറ ദേശമല്ല, ഈ ദേശം മുഴുക്കം കാക്കണ ദേവിയാണ്. പൂക്കളത്തി മുത്തി എന്നേ വിളിക്കുന്നു. ഇവിടെ ഉത്സവം പറഞ്ഞാൽ അത് പ്രത്യേകതയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഉത്സവം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഉത്സവം നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഉഗ്രതയും ഭൈരതയും ആർക്കും അറിയാറില്ല. അത്രയും പവറാണ് പൂക്കളത്തി മുത്തിക്ക്. ഇതിന് മീതെ എനിക്കൊന്നും പറയാനില്ല. അത്രയും പവർഫുൾ ആണ് ഭഗവതി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും പൊറുക്കുകയും എന്നാൽ ശത്രുക്കളോട് വടപെരുതുകയും തിന്മകളോട് എതിർക്കുകയും നിഷ്ഠൂരങ്ങളോട് കിടപിടിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രഗത്ഭമതിയായിട്ടുള്ള ഒരു ശക്തി, ദിവശക്തി ഏതോ ആ ശക്തിയെയാണ് ഇവിടെ മുത്തിയായി ആരാധിക്കുന്നത്. പൂക്കുളങ്ങര മുത്തി എന്നാണ് അവർ വിളിക്കുന്നത്. ആ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അറിവിന്റെ, ആളുകളുടെ സ്നേഹത്തിന്റെ, മാതൃത്വത്തിന്റെ, സാന്ത്വനത്തിന്റെ എല്ലാം ഉറവിടമാണ്. ആ മുത്തിക്ക് നമുക്ക് ഒരു കുമ്മാട്ടി വിളിക്കാം അല്ലേ? കുമ്മാട്ടിയെ നമ്മൾ ആഘോഷിക്കുന്നത് കുമ്മവും കുമ്മാട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിതാ ഇവിടെ ഈ ദേശത്തിന്റെ, അതായത് ചിനക്കത്തൂർ പൂരത്തിന് പോയാൽ നമുക്കറിയാം അയ്യയ്യോ എന്ന് വിളി കേൾക്കാം. അതുപോലെ തന്നെ ഓരോ ദേശത്തിനും ഓരോ വിളിയുണ്ട് അമ്മയെ വിളിക്കുന്നത്. ഇവിടെ കുരിശ്ശേരി ദേശം വിളിക്കുന്നു അമ്മയെ വിളിക്കുകയാണ്. നമുക്കൊന്നും വിളിക്കൂ.
കേട്ടല്ലോ, ഈ ഒരു വിളിയാണ് അമ്മയുടെ എല്ലാവിധത്തിൻ്റെ ആവേശവും ഉണർന്ന് മക്കളോടൊപ്പം രണോത്സവത്തിൽ അന്ന് നടമാടിയ, അന്ന് പടപൊരുതിയ ആ അടരാടിയ ദേവി ഇന്ന് തൻ്റെ മക്കളെ പോറ്റുന്നതിന് വേണ്ടി ഒപ്പം ഈ കുമ്മാട്ടി വിളി കേൾക്കാനായി ഇന്ന് കുമ്മാട്ടി ദിവസം നമ്മളോടൊപ്പം ഉണ്ടാവും. നമുക്ക് ആസ്വദിക്കാം ഈ കുനിശ്ശേരിയുടെ വടക്കേത്തറ ദേശം നൽകുന്ന മഹത്തായ കുമ്മാട്ടിയുടെ എല്ലാവിധ കാഴ്ചകളും.